സോയ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു നോക്കാൻ പോകുന്നത് റസ്റ്റിൽ വൈൽ ലൂപ്പ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് വൈൽ ലൂപ്പ്? ഫോർ ലൂപ്പ് പോലെ തന്നെയാണ് ഇത്. നമ്മൾ കോഡ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സിൻറ്റാക്സ് പിന്നെ യൂസേജ് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ് ഡിഫറൻസ് ഞാൻ വീഡിയോ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് സിൻറ്റാക്സ് നോക്കാം. അപ്പം വി എസ് കോഡ് ഓപ്പൺ ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ ഫസ്റ്റ് ഒരു കൗണ്ടർ വേരിയബിൾ ഉണ്ടാക്കണം. ലെറ്റ് മ്യൂട്ട് a = 0. ഓക്കെ, അത് വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. വൈൽ a is less than 10 print ln a while loop മെസ്സേജ് കൊടുക്കാം അവിടെ കാണാൻ വേണ്ടി. a പ്ലസ് ഈക്വൽ ടു 1. ഓക്കെ, പ്രിന്റ് ചെയ്യാൻ വെച്ചിട്ട് ഔട്ട്പുട്ട് എങ്ങനെ ആയിക്കൊന്ന്. അപ്പോൾ കാണാൻ പറ്റും 0 to 9 വരെ പ്രിന്റ് ചെയ്ത്. 10 ബാത്ത് എന്താണെന്ന് വെച്ചാൽ 10 കൊടുത്തില്ല. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താ, 10ന് മുമ്പേ ഉദ്ദേശിക്കുന്നത്. 10 കൂടി വേണമെങ്കിൽ ഇവിടെ ഒരു ഈക്വൽ ടു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 10ഉം കിട്ടും. ഈക്വൽ ടു കൊടുത്തില്ലെങ്കിൽ 10ന് മുമ്പ് വരെ വരും. ഓക്കെ, ഞങ്ങൾക്ക് ഈ കോഡ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണെന്ന്. ഓക്കെ, ഞാൻ ഇപ്പോൾ സാധാരണ എടുക്കണം ഈക്വൽ ടു കൊടുക്കാനുള്ള ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എന്ത് ഞാൻ ഒരു കൗണ്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് കൗണ്ടർ വേരിയബിൾ? കൗണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഐട്രേഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഫോർ ലൂപ്പ് പഠിച്ചില്ലേ, ഫോർ ലൂപ്പ് ഫോർ i in 1.100. ആ i ആണ് ഇവിടുത്തെ ഐ എന്തുട്ടാ, ഐ ആൻഡ് കൗണ്ടർ വേരിയബിൾ എന്ന് വെച്ചാൽ ഐട്രേഷൻ എത്ര പ്രാവശ്യം നടക്കും അത്ര പ്രാവശ്യം എൻ്റെ വേരിയബിൾ കൂടിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഐട്രേഷൻ 0 ആയിരിക്കും, അപ്പോൾ സെക്കൻഡ് ഐട്രേഷൻ 1 ആയിരിക്കും, തേർഡ് ഐട്രേഷൻ ഇങ്ങനെ നമ്പർ കൂടി ഓരോ ഐട്രേഷൻ കഴിയുമ്പോൾ നമ്പർ +1 ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കൗണ്ടർ വേരിയബിൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ലൂപ്പ് റൺ ചെയ്ത് നമ്മുടെ. ഇപ്പോൾ ഈ കൗണ്ടർ വേരിയബിൾ ഇല്ലാന്ന് വെച്ചോ, ഇത് കളയാം, കൗണ്ടർ വേരിയബിൾ കളയാം. അപ്പോൾ എന്ത് വെച്ച് നോക്കാം. ഓക്കെ, പ്രിന്റ് കാണിച്ചു തരാം. പറ്റി ഇപ്പോൾ ഇവിടെ വാല്യൂ കൊടുക്കാനുള്ള. അപ്പം അത് എത്ര ശതമാനം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് മാനുവലായിട്ട് എണ്ണി നോക്കണം. 1 2 ഇപ്പോൾ 100 200 ആണെങ്കിൽ അറിയാൻ എങ്ങനെ എണ്ണാൻ പാടില്ലേ. ഇവിടെ എഴുന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സുഖമാണ്. ഓക്കെ, കണ്ടിപ്പോൾ കറക്റ്റ് നമ്പർ എത്ര പ്രാവശ്യം ലൂപ്പ് വർക്ക് ചെയ്യുന്നത് കണ്ടറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല കൗണ്ടർ വേരിയബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പ് ഉപയോഗിക്കാനേ പറ്റില്ല. അത് റൂളാണ്. ഫോർ ലൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഐയിൽ ഉപയോഗിക്കാൻ പ്രശ്നമില്ല. പക്ഷേ വൈൽ ലൂപ്പിൽ നിങ്ങൾക്ക് കൗണ്ടർ വേരിയബിൾ വേണം. നിങ്ങൾ പ്രിന്റ് ഇല്ല പ്രശ്നം. നിങ്ങൾ കണ്ടത് പ്രിന്റ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, പ്രിന്റ് ചെയ്യണ്ട, അത് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ലൂപ്പ് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കൗണ്ടർ വേരിയബിൾ വേണം, അത് കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഒന്നുമില്ല. നിങ്ങൾ എത്ര ഹൈട്രേഷൻ നടക്കുന്നു അത്ര പ്രാവശ്യം എൻ്റെ അല്ലിട്ട് i പ്ലസ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടി എത്ര ശതമാനം ലൂപ്പ് റൺ ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് നോക്കാം. വൈൽ സിൻറ്റാക്സ് കീവേഡാണ് എൻ്റെ. വൈൽ a is less than 10. ഇപ്പോൾ ഇതെന്ത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷൻ എപ്പോഴേക്ക് <10 ആണ്. എൻ്റെ a എപ്പോഴേക്കാണ് <10. ഇപ്പം എത്ര നമ്മുടെ 0 അല്ലേ, <10 അല്ലേ, ട്രൂ അല്ലേ. എപ്പോഴേക്കാണോ <10 അപ്പോഴേക്ക് ഈ കോഡ് വർക്ക് ചെയ്യിപ്പിക്കും, ഉള്ളിൽ കോഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോൾ സ്റ്റോപ്പ് ആവുമെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ. അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ കാണാൻ പറ്റും a + 1. എൻ്റെ അർത്ഥം എന്താ, എയിലേക്ക് 1 ആഡ് ചെയ്ത് പോകാൻ. ഇത് സെയിം ആസ് ഇങ്ങനെയാണ്, a = a + 1. ഓക്കെ, അപ്പോൾ സെയിം ആണ്. ഈ സിൻറ്റാക്സും സെയിം ആണ്. ഓക്കെ, എനിക്ക് ഇത് ഷോർട്ട് കട്ട് ഞാൻ ഓപ്പറേറ്റേഴ്സിൻ്റെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ സിമ്പിൾ ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ട് അടിക്കും. ഇങ്ങനെ അടിക്കുന്നവരെ നമ്മൾ ഇങ്ങനെ അടിച്ചു, അത്രേ ഉള്ളൂ. രണ്ട് സെയിം സാധനം ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ ഐട്രേഷൻ കഴിയുമ്പോൾ എയിലേക്ക് നമ്മൾ 1 ആഡ് എടുക്കണം. പക്ഷേ ഫോർ ലൂപ്പിൽ പഠിച്ചാൽ ഫോർ ലൂപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് 1 ആഡ് ആവും. നമ്മൾ മാനുവലായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മാനുവലായിട്ട് ആഡ് ചെയ്യണം വൈൽ ലൂപ്പിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് മാറ്റി എന്താ വെച്ചാൽ ഇത് ഇൻഫിനൈറ്റ് ലൂപ്പ് പോകും. എന്ന് വെച്ചാൽ ഇത് ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും, സ്റ്റോപ്പ് ആവില്ല. അപ്പം ഇത് കാണിച്ചു തരാം. ഇത് കളഞ്ഞ പ്രിന്റ് ചെയ്ത് നോക്കിയേ, കണ്ടാ സ്റ്റോപ്പ് ആവുള്ളത്. ലാസ്റ്റ് മെമ്മറി ഫില്ല് ആകുമ്പോൾ ഇത് എക്സിറ്റ് ആയിക്കോളും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, നിൽക്കില്ല. ഇത് ഇൻഫിനൈറ്റ് ലൂപ്പ് ഇപ്പോൾ നിൽക്കില്ല, കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഓക്കെ, പിന്നെ എക്സിറ്റ് ചെയ്യാൻ Ctrl+C ആക്കിയാൽ മതി. അപ്പോൾ എനിക്ക് ഫോൾസ്ഫുള്ളി എക്സിറ്റ് ആവാം, അല്ലാണ്ട് എക്സിറ്റ് ആവില്ല. അപ്പോൾ a കൊടുത്തിലെ പ്രശ്നമാണ്. ഓക്കെ, ഇങ്ങനെ മറക്കരുത്, a വിട്ടുപോയാൽ ലൂപ്പിൽ പെട്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ വാല്യൂ കൂടി വരുമ്പോൾ ലാസ്റ്റ് എന്താവും, 11 ആവും. 10 11. ഇത് കാണാൻ പറ്റും a 1 ആഡാക്കി പോകുന്നുണ്ട് എല്ലാ ഇറ്ററേഷൻ കഴിയുമ്പോൾ. അപ്പോൾ എന്ത് പറ്റും, ഈ a ഒരു സമയമാകുമ്പോൾ 10 ആവും. 10 ആകുമ്പോൾ വെച്ചാൽ കമ്പനി നോക്കും, ഈ കണ്ടീഷൻ നോക്കി, ഈ കണ്ടീഷൻ ട്രൂ ആണ്. a 10 ആവും. a 10 വലുതാണോ 10നെക്കാട്ടും അല്ല, രണ്ടര ഈക്വൽ ടു അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഈ കണ്ടീഷൻ ഈ 10 ആകുമ്പോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് എന്താ, എപ്പോഴൊക്കെ ട്രൂ ആണോ അത്യാവശ്യം വർക്ക് നിൽക്കും. എപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആവോ അപ്പോൾ ഈ ലൂപ്പ് നിൽക്കും. അതാണ് വൈൽ ലൂപ്പ്. ഓക്കെ, പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഈക്വൽ ടു കൊടുത്തെന്ന് ചോദിച്ചോ, അപ്പോൾ എപ്പോൾ സ്റ്റോപ്പ് ആവും. 10 ഇപ്പോൾ i 10 ആയി, സ്റ്റോപ്പ് ആവും ഇല്ല. കുറച്ച് എന്താ ഈക്വൽ ടു ആണെങ്കിലും ട്രൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ അല്ലേ. ഇപ്പോൾ <10 ആണോ അല്ല, ഈക്വൽ ടു ആണ് കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻ ഒന്ന് ട്രൂ ആയാൽ മതി. ആണെങ്കിൽ ഇത് റൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈക്വൽ ടു കറക്റ്റ് അപ്പോൾ റൺ ചെയ്യും. ഈ കേസിൽ എപ്പോൾ ഈ a 11 ആവോ അപ്പോൾ നിൽക്കും. ഓക്കെ, ഇനി ഈക്വൽ ടു ഇല്ലെങ്കിൽ 10 ആവുമ്പോൾ നിൽക്കും. ഓക്കെ, കൺഫ്യൂഷൻ വരാണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് നോക്കിയോ, അത്രയുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് വൈൽ ലൂപ്പ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യത എൻ്റെ വൈൽ ലൂപ്പ് ഫോർ ലൂപ്പ് ഡിഫറൻസ് എന്ന്. ഓക്കെ, അപ്പോൾ രണ്ടാം ലൂപ്പിൽ ഉപയോഗിക്കുന്ന വ്യത്യാസം എന്താ, രണ്ട് റിപ്പീറ്റേഷൻ. അപ്പോൾ 2 ഓർമ്മ പോരെ.
രണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് സാധനം ഐട്രേറ്റ് ചെയ്യണം വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണം അതിൻ്റെ കൗണ്ട് അറിയുമെങ്കിൽ. എക്സാമ്പിൾ എനിക്ക് ഒരു എക്സാമ്പിൾ പറയുവാണ്, എനിക്ക് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം ഒരു 10 പ്രാവശ്യം. അപ്പം എനിക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് മതി. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൗണ്ട് അറിയാം. എനിക്ക് 10 പ്രാവശ്യം മതി ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ കൗണ്ട് പറയാനുണ്ട് 10 പ്രാവശ്യം എനിക്ക് പ്രിന്റ് ചെയ്ത് മതി. ആ കേസിലൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ നമുക്ക് ഐട്രേഷൻ കൗണ്ട് പറയാം. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഇങ്ങനെ ലൂപ്പിനെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കും. നിങ്ങൾക്ക് 5 പ്രാവശ്യം എനിക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കാം, 10 പ്രാവശ്യം ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. പക്ഷേ ചില കേസിലുണ്ട് എനിക്ക് എത്ര പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യുമെന്ന് അറിയില്ല, ചില കേസൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ കേസിലും വൈൽ ഉപയോഗിക്കും. വൈൽ കേസിൽ കണ്ടീഷൻ കൊടുക്കുക, എക്സാമ്പിൾ കണ്ടീഷൻ കൊടുക്കുകയാണ് ഞാൻ നോട്ട് എ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ കണ്ടീഷൻ കൊടുത്ത് എ ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ, എ എപ്പോഴും 0 ആവും അപ്പം സ്റ്റോപ്പ് ആവുള്ളൂ എന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ എന്താ, ഇപ്പം ഈ കണ്ടീഷൻ 0 ഇപ്പം എനിക്ക് എ 0 അല്ല അപ്പോൾ കണ്ടീഷൻ സ്റ്റോപ്പ് ആവില്ല. എ 1 2 3 എന്തും പറയാം ആയിക്കോട്ടെ സ്റ്റോപ്പ് ആവില്ല. എപ്പോഴാണോ എ 0 ആവുന്നത് അപ്പം സ്റ്റോപ്പ് ആവും. അപ്പം എനിക്ക് ഇവിടെ കാണാൻ പറ്റും അവിടെ കൗണ്ട് എന്ന് നമ്മൾ കൗണ്ട് ഉപയോഗിച്ചില്ലല്ലോ. ഇവിടെ ഫോർ ലൂപ്പിന് കൗണ്ട് പറയില്ല 10 പ്രാവശ്യം 20 പ്രാവശ്യം 30 പ്രാവശ്യം. ഇവിടെ നമ്മൾ കൗണ്ട് ഉപയോഗിച്ചു. ഇവിടെ പറഞ്ഞ കണ്ട പിന്നെ 1000 വർഷം റൺ ചെയ്തോ 200 300 4 ലക്ഷത്തെ വർഷം റൺ ചെയ്തോ എപ്പോഴാണ് 0 ആവുന്നത് അപ്പം സ്റ്റോപ്പ് ചെയ്യുന്നത് വെച്ചാൽ കണ്ടീഷൻ ഫോൾസ് ആണ്. ഈ കണ്ടീഷൻ ട്രൂ അല്ലേ, എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇപ്പം ഇവിടെ 1 ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ് അപ്പോൾ ഇത് വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണ് എപ്പോഴായി ഐ 0 ആവുമെന്ന് വെച്ചാൽ ഐ 0 ആകുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും അപ്പോൾ ഈ ലൂപ്പ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ വൈൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ സിമ്പിളായിട്ട് പറയുമ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഐട്രേഷൻ കൗണ്ട് അറിയുമെങ്കിൽ ആൻഡ് വൈൽ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഐട്രേഷൻ എത്രയും ചെയ്യുമെന്ന് അറിയില്ലെങ്കിൽ 2 ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് മറ്റേ കൗണ്ട് നിങ്ങൾക്ക് അറിയാം, ഫോർ ലൂപ്പ് അറിയാം എത്ര വർഷം റൺ ചെയ്യണമെന്ന്, വൈൽ ലൂപ്പ് നിങ്ങൾക്ക് അറിയില്ല എത്ര വർഷം റൺ ചെയ്യണമെന്ന്. ആ സമയത്ത് വൈൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ വൈൽ ലൂപ്പ് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.